മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പ്രതിപക്ഷ നിരയുടെ പ്രിയപുത്രനായിട്ടുള്ള വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്രുവ്രാട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. കോൺഗ്രസ് എന്താണോ പറയുന്നത്, രാഹുൽ ഗാന്ധി എന്താണോ പറയുന്നത്, അത് തന്നെയാണല്ലോ ഈ ധ്രുവ്രാട്ടി പൊക്കിപ്പിടിക്കാറുള്ളത്. ഇപ്പൊ രംഗത്തെത്തി വിളിച്ചു പറയുന്നത് ബീഹാർ ഇലക്ഷൻ മൊത്തം തട്ടിപ്പാണ്, അത് BJPക്ക് അനുകൂലമായിട്ട് നിന്നതാണ്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 6 വിഷയങ്ങളെയൊക്കെയാണ് പൊക്കിപ്പിടിച്ചിട്ടുള്ളത്. ഇതൊക്കെ പൊക്കിപ്പിടിച്ച് നമ്മുടെ കേരളത്തിലെ മീഡിയ വണ്ടൊക്കെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഏതായാലും ഈ ധ്രുവ്രാട്ടി പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. 6 എണ്ണവും നമുക്കെടുത്തുനിന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേതായിട്ട് ധ്രുവ്രാട്ടി ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തിപ്പിടിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്ക് നൽകിയ 10,000 രൂപ. പ്രത്യേകം മനസ്സിലാക്കണം, തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് നൽകിയ 10,000 രൂപ. ആ ഒരു വിഷയത്തിൽ തന്നെ നിയമപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയാം. കാരണം കൃത്യമായിട്ടൊരു സമയമുണ്ട്. അതിനു മുമ്പ് ഏത് സർക്കാർ, ഇനി കേരളത്തിലാണെങ്കിൽ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇലക്ഷനോട് അടുപ്പിച്ച് തന്നെയാണ് LDF ഭരിക്കുകയാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ചെയ്യാറുള്ളത്. അത് രാജ്യം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ആ തരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെവിടെയാ നിയമപ്രശ്നങ്ങളുള്ളത്? ഇനി ഞാൻ വലിയൊരു നിയമപ്രശ്നം മുന്നോട്ട് വെക്കാം. രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ക്രീൻഷോട്ടാ, എക്കണോമിക് ടൈംസിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു വീഡിയോ. 2024 ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ രാജ്യവ്യാപകമായിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതാ. ഞാൻ അതിന്റെ മലയാള പരിഭാഷ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ചെറിയൊരു ഭാഗം. മഹാലക്ഷ്മി യോജന പദ്ധതിയിൽ ഇന്ത്യയിലെ എല്ലാ ദരിദ്രരുടെയും പട്ടിക തയ്യാറാക്കും. ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കും. ആ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കോൺഗ്രസ് പാർട്ടി പ്രതിവർഷം 1 ലക്ഷം രൂപ നിക്ഷേപിക്കും. എല്ലാ മാസവും പണം സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോകും. അത് കുടുംബത്തിനായി ഉപയോഗിക്കും. പ്രതിവർഷം 1 ലക്ഷം രൂപ, പ്രതിമാസം 8,500 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യും. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതാ. ഈ 2024 ലോക്സഭാ ഇലക്ഷൻ പ്രചരണ സമയത്ത് നിരന്തരം വിളിച്ചു പറഞ്ഞതാ. ഇത് ക്യാഷ് നേരിട്ട് തരാമെന്നുള്ള പ്രഖ്യാപനല്ലേ? ഇതിനൊരു പ്രശ്നവും ധ്രുവ്രാട്ടിക്കും മീഡിയ വൺ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ നിരക്കാർക്ക് കാണാനൊന്നും സാധിക്കുന്നില്ലല്ലോ. ഉത്തർപ്രദേശ് ഉൾപ്പെടെ നിരന്തരം വ്യാപകമായിട്ട് സ്ലിപ്പ് പോലും കൊടുത്തു എന്നുള്ളത് പല ഓൺലൈൻ മീഡിയാസിലും കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കോൺഗ്രസ് ഓഫീസിലേക്ക് സ്ത്രീകൾ വന്നെത്തിയതൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാ. അതായത് കോൺഗ്രസ് എന്ത് ചെയ്താലും പുണ്യം. ഇലക്ഷൻ സമയത്ത് പണം വാഗ്ദാനം ചെയ്ത് അത് പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രശ്നവും ധ്രുവ്രാട്ടിക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുന്നവർക്കും കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് പ്രശ്നം 10,000 രൂപ ഇലക്ഷന്റെ തൊട്ടു മുമ്പ് വിതരണം ചെയ്തു എന്ന് രാജ്യത്ത് ഏതൊരു സംസ്ഥാനത്തായിക്കൊള്ളട്ടെ, രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തുൾപ്പെടെ ഇലക്ഷന്റെ തൊട്ടു മുമ്പേ ആയിട്ട് അവസാന സമയത്ത് പ്രഖ്യാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാറുണ്ട്. അത് കേരളത്തിൽ ഈ അടുത്ത് എല്ലാ ആളുകൾക്കും കാണാൻ സാധിക്കും. ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ ആയിട്ട് LDF സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലേ? ഇതൊക്കെ ഇന്നൊന്നും അല്ല ധ്രുവ്രാട്ടി. കോൺഗ്രസ് ഭരിച്ച കാലത്ത് കോൺഗ്രസ് ആണ് ഇതൊക്കെ ചെയ്ത് രാജ്യത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ച് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക്. ഇനി രണ്ടാമത്തേതാണ് ധ്രുവ്രാട്ടി മുന്നോട്ട് വെച്ചത് വ്യാജ വോട്ടർമാർ. വ്യാജ വോട്ടർമാർ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനത്തെ വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് തോന്നിയതുപോലെ അപമാനിക്കാൻ ശ്രമിക്കുക ഈ ധ്രുവ്രാട്ടി. ലളിതമായിട്ടുള്ള ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരന്റെയും ലളിതമായിട്ടുള്ള ഒരു ചോദ്യം, വ്യാജ വോട്ട് എന്നൊക്കെ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക്, രാജ്യത്തെ പരമോന്നത കോടതിയിലേക്ക് തെളിവുകളുമായിട്ട് പോയിട്ട് ബീഹാർ ഇലക്ഷൻ അങ്ങ് റദ്ദ് ചെയ്യാത്തത്? ബീഹാർ ഇലക്ഷൻ അങ്ങ് റദ്ദാവും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വ്യാജ വോട്ടർമാരൊക്കെ ബീഹാർ ഇലക്ഷനിൽ വ്യാപകമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ തന്നെ
നമ്മുടെ സുപ്രീം കോടതി റദ്ദ് ചെയ്യൂ, ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ധൈര്യത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിലേക്ക് പോകൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് രാജ്യത്തെ അപമാനിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? നിങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പലതും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തെ അപമാനിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും അങ്ങ് തിരിച്ചറിയാം. മറ്റൊന്നുണ്ട്, കോടതി എന്ന് പറയുമ്പോഴേക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിമാര് പോലും ഇവർക്ക് അനുകൂല എന്നൊക്കെ അത്തരം ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു തെളിവ് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഈ അടുത്ത് നടന്നിട്ടുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്നു. അതായത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ആരുടേത്? പ്രതിപക്ഷത്തിന്റെ. ഈ അടുത്ത് നടത്ത ഇലക്ഷനില്ല. അപ്പോ ഈ സുപ്രീം കോടതി ജഡ്ജ് ബിജെപിക്ക് അനുകൂലം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് രാജ്യത്ത് മുന്നോട്ട് പോകുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് ഇത്തരം വാർത്തകളിലൂടെ സകല ആളുകളും തിരിച്ചറിയാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് മൂന്നാമതായിട്ട് വിളിച്ചു പറയുന്നത് വോട്ടർമാർക്കായിട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ. വലിയ സംഭവം. കേരളത്തിലെ മലയാളികൾ ഇത് കേട്ടാൽ പൂച്ചിച്ചള്ളില്ലേ. ഇവിടെ നിയമസഭാ ഇലക്ഷൻ ആവട്ടെ, അങ്ങ് വിദേശത്ത് നിന്ന്, അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് KMCC ഉൾപ്പെടെ ഇവിടെ വിമാനങ്ങളെ ഇറക്കില്ലേ വോട്ട് ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്? അപ്പോ ഓരോരോ പാർട്ടികളുടെയും ഉറച്ച വോട്ടുകൾ ലോകത്ത് എവിടെയാണെങ്കിലും അത് വിമാനങ്ങൾ പോലും അയച്ച് വിമാനങ്ങളിൽ പോലും കയറ്റി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന കേരളത്തോട് ദുർവ്രാട്ടിയുടെ ഈ ട്രെയിന് പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട പുച്ഛ തോന്നൂലേ? നിയമസഭാ ഇലക്ഷൻ ആവട്ടെ, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും പ്രധാനപ്പെട്ട ഇലക്ഷനുകളിലൊക്കെ തന്നെ നമ്മുടെ കേരളത്തില് പ്രത്യേക വിമാനങ്ങൾ പറന്നിറങ്ങാറുണ്ട് വോട്ട് ചെയ്യാനായിട്ട് വരുന്ന വലിയ ആൾക്കൂട്ടങ്ങള്. ഇതൊക്കെ കാണുന്ന മലയാളിക്ക് ഈ പ്രത്യേക സ്പെഷ്യൽ ട്രെയിനുകൾ എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛല്ല തോന്നുക? ഉറപ്പുള്ള വോട്ടുകൾ രാജ്യത്തിന്റെ ഏതു ഭാഗത്തുണ്ടെങ്കിലും അവരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അവരെ കൊണ്ടുവരും. കോൺഗ്രസിന് അങ്ങനെ വോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനോ വിമാനോ വെച്ച് ബീഹാറിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ ആളെ എത്തിക്കേണ്ടിയിരുന്നോ? അടുത്ത് നോക്കാം. ഇനി നാലാമത്തതാണ് CCTV നിയമങ്ങൾ മാറ്റി ദൃശ്യങ്ങൾ മറച്ചു എന്നാണ് പറയുന്നത്. ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യം, വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ചോദ്യം. 45 ദിവസത്തിനുള്ളിൽ, ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ ഏത് വീഡിയോ വേണമെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ദൃശ്യങ്ങൾ ലഭിക്കൂ. 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് ആ വീഡിയോകൾ വാങ്ങി നിങ്ങൾ കോടതിയിൽ പോയി കൊണ്ടുകൊടുക്കൂ. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ഉണ്ടാവും കൈയടിക്കാൻ. ഇതിലപ്പുറമൊന്നും ഈ ഒരു വിഷയത്തിന് മറുപടി പോലും പറയണ്ട എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഇനി അഞ്ചാമത്തേതാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി വോട്ടർമാരെ വെട്ടി. അതായത് ഇവര് തന്നെ പറയും വോട്ടർ പട്ടികയിൽ ഫുള്ള് പ്രശ്നമാണ്. ഇതൊന്ന് നേരെയാക്കാൻ SIR സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് അതായത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തവരെ വെട്ടുമ്പോ വലിയ പ്രശ്നവും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് SIR ഒക്കെ നടപ്പിലാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ വെട്ടിമാറ്റുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാനൊരു തെളിവ് അങ്ങോട്ട് വെക്കാം. ഈ അടുത്ത് മമതാ ബാനർജി, നമ്മുടെ ബംഗാളിലെ മുഖ്യമന്ത്രി, പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് ഞാനത് വായിച്ചേൽപ്പിക്കും. ചെറിയൊരു ഭാഗം ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം, അതിന്റെ മലയാളമാണ് ഞാൻ വായിച്ചേൽപ്പിക്കുന്നത്. എന്നെ വേദനിപ്പിച്ചാൽ ഇന്ത്യയിൽ BJPയുടെ അടിത്തറ ഞാൻ ഇളക്കും. ഞാൻ ബംഗ്ലാദേശിനെ സ്നേഹിക്കുന്നു. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ആരെയും പുറത്താക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇതിലും അപ്പുറം എന്ത് തെളിവാണ് ദുർവ്രാട്ടി വേണ്ടത്? ബംഗ്ലാദേശികൾ നമ്മുടെ ബംഗാളിൽ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് അത് ശരിവെച്ചുകൊണ്ട് മമതാ ബാനർജി പ്രഖ്യാപിച്ചതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ പുറത്തുള്ള ആളുകള് നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റി വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പച്ചക്ക് മമതാ ബാനർജി, പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള നേതാവ് വിളിച്ചു പറയുന്നത്. ഇതിലപ്പുറം തെളിവ് എന്തെങ്കിലും സാധാരണ ജനങ്ങൾക്ക് വേണോ? അപ്പൊ വോട്ടർ പട്ടികയിൽ നിന്ന്
വെട്ടിമാറ്റുന്നത് ഈ രാജ്യത്തെ വോട്ടർമാരെ അല്ല, പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി രാജ്യത്തിനെതിരെ നിൽക്കുന്നവരെ വിജയിപ്പിക്കുന്ന ലക്ഷ്യമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ തകർച്ച ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറിയവർ, അവരെയാണ് നമ്മൾ കണ്ടെത്തി ഘട്ടം ഘട്ടമായിട്ട് വോട്ടർ പട്ടികയിൽ നിന്നും പതുക്കെ രാജ്യത്തിന്റെ അകത്ത് നിന്നും പുറത്തേക്ക് എടുത്ത് എറിയുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. അടുത്തതായിട്ടുള്ളതാണ്, അതായത് ഈ ദുർവ്രാട്ടി പറയുന്ന ഓരോ വിഷയവും എത്രത്തോളം പച്ചക്കള്ളമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഇനി ഏറ്റവും അവസാനത്തേതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ നിലപാട്. ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ഈ വിളിച്ചു പറയലിലൂടെ എന്താ സംഭവിക്കുക? ഈ രാജ്യത്തെ അപമാനിക്കണം എന്നുള്ള ലക്ഷ്യമുള്ള ആളുകൾ കുറച്ച് സന്തോഷം കൊള്ളാം, അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ വിഷയം നടക്കുന്നുണ്ടെങ്കിൽ ഇത് പരിഹരിക്കണമെന്ന് ആവശ്യമുള്ള അല്ലെങ്കിൽ പരിഹരിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ രാജ്യത്തെ കോടതികളെ സമീപിക്കണം. അല്ലാതെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഫുള്ള് തട്ടി, ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടേതൊന്നുമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപന. അതൊരു പാർട്ടിക്കും ആരും ഇവിടെ തീരെഴുതി കൊടുത്തിട്ടില്ല. ഇതിപ്പോ കോൺഗ്രസ് BJPക്ക് കൊടുത്തതുപോലെയാ നിരന്തരം വിളിച്ചു പറയുന്നത്. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ് എന്ത് റിസൾട്ട് ഉണ്ടാവും? റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കൂ. അല്ലാതെ ധ്രുവറാട്ടിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാല്, ഒരു തെളിവില്ലാതെ വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ള ഈ രാജ്യത്തോട് സ്നേഹമുള്ള സകല പൗരന്മാരും നിങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളുകയല്ലേ ചെയ്യാ. ഈ ദുർവ്രാട്ടിയൊക്കെ രാഹുൽ ഗാന്ധിയുടെ അപ്പനാവാൻ മത്സരിച്ചോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഈ പച്ചക്കള്ളം പറയുന്ന നമ്മുടെ രാജ്യത്തിന് എതിരെ നിരന്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന ഇവരൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മരമൊണ്ണകൾ ഇങ്ങനെ പൊക്കി നടക്കുന്നുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ. ഇത്തരം ആളുകളോടൊക്കെ തന്നെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്, നിങ്ങളെയൊക്കെ കാണുമ്പോൾ പരമപുച്ഛം മാത്രമാണ് മുന്നോട്ട് വെക്കാൻ ഉള്ളത്.